ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എക്കണോമിക്സ് ആണേ. ഓക്കെ, അപ്പൊ ഹൂ സെഡ് എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ ആരാണ് എക്കണോമിക്സ് ഒരു വെൽത്തിനെ പറ്റിയുള്ള അതിനെ പറ്റിയുള്ള ഒരു സയൻസ് ആണെന്ന് പറഞ്ഞത്? ആരാ ആൻസർ ചെയ്തേ പിള്ളേരെ? ആരാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ എന്നെ സ്റ്റഡി ഓഫ് ദ വെൽത്ത് എന്നും പറയാം? ആരാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ആരാന്ന്? ആഡം സ്മിത്ത് ആണല്ലേ. ആഡം സ്മിത്ത് ആണ് പറഞ്ഞത്. അതായത് എക്കണോമിക്സ് നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മളെല്ലാവരും സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. അപ്പൊ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് എന്താണ്, ഇതൊരു വെൽത്തിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കുമെന്ന് ഓർക്കാറുണ്ട്, കരുതാറുണ്ട് അല്ലേ. പക്ഷെ ആക്ച്വലി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വെൽത്തിനെ പറ്റി മാത്രമുള്ള ഒരു സ്റ്റഡി അല്ല. ഒന്നും കൂടെ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ചോയ്സസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്കേഴ്സിറ്റി. അതായത് സ്റ്റഡി ഓഫ് ചോയ്സസ്, ഞാൻ രണ്ട് ടേം പറഞ്ഞു ഇവിടെ. ഒന്ന് ചോയ്സസ്, പിന്നെ അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്കേഴ്സിറ്റി എന്നും പറഞ്ഞു. ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്നാ? ചോയ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ്. അതായത് ഏത് ഗുഡ്സ്, സർവീസസ് അല്ലെങ്കിൽ റിസോഴ്സസ് പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയി വരുമെന്ന്. വേറെ ഒന്നുമില്ല, കുറെ ഒരു റേഞ്ച് ഓഫ് പോസിബിൾ ഓപ്ഷൻസ് കാണും. ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞെന്ന് പോട്ടെ, നിങ്ങൾ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറെ ചോയ്സസ് കാണും അല്ലെ. എഞ്ചിനീയറിംഗ് എടുക്കാം, MBBS പോകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കോഴ്സ് എടുക്കാം, ഫിസിക്സ് എടുക്കാം, അങ്ങനെ എടുക്കാം അല്ലേ. അങ്ങനെ പല എന്നാ ഫാം ഡി പോകാം, അങ്ങനെ പല ചോയ്സസ് കാണും. ഇതിനകത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴിവിനൊക്കെ അനുസരിച്ചുള്ള ഒരെണ്ണം തെരഞ്ഞെടുക്കും. അതിനെയാണ് ചോയ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നായിരിക്കും, ഒരു റേഞ്ച് ഓഫ് പോസിബിൾ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ ഡിസൈഡ് ചെയ്യും അല്ലേ. ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എബിലിറ്റി, ചോയ്സ് എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റിയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഒരെണ്ണം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനുള്ള ആ എബിലിറ്റിയാണ് ചോയ്സ് എന്ന് പറയുന്നത്. ഒരു റേഞ്ച് ഓഫ് പോസിബിൾ ഓപ്ഷൻസ് കാണും. അതിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണത്തെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ എബിലിറ്റിയാണ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പം ദെൻ സ്കേഴ്സിറ്റി എന്ന് വന്നാലോ? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നായിരിക്കും, നമുക്ക് ഓരോരുത്തർക്കും എന്നാണ്, ഇപ്പം പറയുവാണെങ്കിൽ ഒരു കടയിൽ ചെന്നാൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമുക്ക് ആ കടയിലിരിക്കുന്ന പല സാധനങ്ങളും വേണമെന്ന് തോന്നും അല്ലേ. പക്ഷെ എങ്ങനായിരിക്കും, നമുക്ക് നമുക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി കാണും, അതിനകത്തുള്ളതേ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ വോൺസ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും എന്നായിരിക്കും, ലിമിറ്റ്ലെസ് ആയിരിക്കും. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ആണ്, റിസോഴ്സസിന്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ് സ്കേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ. ആ പൈസക്കകത്ത് ഒതുങ്ങുന്ന സാധനമല്ലേ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതിനെയാണ് സ്കേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് എ റിസോഴ്സസ് ഇൻ കമ്പാരിസൺ ടു ദ ലിമിറ്റ്ലെസ് വാണ്ട്സ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ലിമിറ്റ്ലെസ് ആയിരിക്കും. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും, ലിമിറ്റഡ് അവൈലബിലിറ്റി ആയിരിക്കും വരുന്നത്. അത് അതിനെയാണ് സ്കേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്നത് കുറവെന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നത് മണിയെ പറ്റി മാത്രമായിട്ടുള്ളൊരു വേർഡ് അല്ല. ശരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒയ്ക്കണോമാനിയ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഒയ്ക്കണോമാനിയ കേട്ടിട്ടുണ്ടോ? ക്ലാസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും. OIKONOMIA, എക്കണോമാനിയ എന്ന് പറയുന്ന ഒരു എക്കണോമിയ എന്ന് പറയുവേ ഒരു ടേം ഉണ്ട്. OKONOMIA ഇതെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡാ.
ഗ്രീക്ക് വേർഡാണ് ഇതിനകത്ത് ഹൗസ് അല്ലെങ്കിൽ ഹോം മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്തു നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്നായിരുന്നു എക്കണോമിക്സ് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഓഫ് ഹൗസ് ഹോൾഡ് റിസോഴ്സസ് ആയിരുന്നു വരുന്നത്. ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ റിസോഴ്സസ് ആയിരുന്നു വരുന്നത്. അപ്പം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ചോയ്സസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്കേഴ്സിറ്റി ആണ് വരുന്നത്. ഇല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയാറുണ്ട്, എന്നാ പറയുന്നത്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാറ് ഉണ്ട്. ഇപ്പൊ ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ 1723 തൊട്ട് എക്കണോമിക്സിന് പല ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. അതായത് ആദ്യമേ ഒരു ഡെഫിനിഷൻ വന്നു. ആദ്യമേ കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏത്? ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വരുന്നത്. വെൽത്തി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയും. അതിനകത്ത് ആഡം സ്മിത്ത് പറയുന്നത് എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത് ഉള്ളി എന്നാണ് പറയുന്നത്. 4 ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ എന്നാ ചെയ്തു? അന്നത്തെ കാലത്ത് എവിടെ നമ്മുടെ ഒരു 1723 to 90 ആ ടൈം പീരീഡിലാണ് ആഡം സ്മിത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു ഡെഫിനിഷനാണ് എന്ത്? ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത് ഉള്ളി എന്നുള്ളത്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്നെ ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് വെൽത്ത്. പണത്തെ പറ്റി മാത്രമുള്ള ഒരു സ്റ്റഡിയാണ്. അല്ലെങ്കിൽ അതിന്റെ പണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനെ എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നതിനെ പറ്റി മാത്രമുള്ള ഒരു സ്റ്റഡി ആയിരുന്നെന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ ഈ ഡെഫിനിഷൻ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എന്നാന്ന് മനസ്സിലായി? ഇതൊരു നാരോ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണെന്ന് മനസ്സിലായി. അപ്പം ഇതെന്നാണ്? സൊസൈറ്റി വരുന്ന പല പ്രോബ്ലംസും ഉണ്ട്. മേജർ പ്രോബ്ലംസ് വരുന്നുണ്ട് സൊസൈറ്റി വരുന്ന, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യത്തില്ല. ജസ്റ്റ് വെൽത്ത് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെൽത്തിനെ പറ്റിയുള്ള സ്റ്റഡി ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വെൽത്ത് സെന്റേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള, അവിടെ ജനറലി പറഞ്ഞ മെറ്റീരിയൽ വെൽത്തിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. വെൽത്ത് ക്രിയേഷന്റെ പുറകെ വരുന്ന കാരണങ്ങളെ പറ്റിയൊക്കെ ഉള്ള മാത്രം ഉള്ളൊരു സയൻസ്. അങ്ങനെ വെൽത്തിനെ പറ്റി മാത്രമേ ഇതിനകത്ത് ആഡം സ്മിത്ത് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ കുറേ പേരിൽ നിന്ന് ഇതിനെതിരെ എന്നാ വന്നു? കുറെ പേര് ഇതിന് എതിർപ്പ് വന്നിട്ട് അവർ പറഞ്ഞത് തന്നെയാണ്, സൊസൈറ്റിയിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യുന്നത് കുറെ പ്രോബ്ലംസ് കാണും, അതിനെയൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യത്തില്ല. സോ വെൽത്തി ഡെഫിനേഷനിൽ കൺസിഡർ ചെയ്യത്തില്ല. സോ നമുക്ക് എക്കണോമിക്സിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പോരാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അടുത്ത ആള് അടുത്ത ഡെഫിനിഷൻ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ആഡം സ്മിത്തിനെ പറയുമ്പം അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ആൻ ഇൻജുറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അല്ലെങ്കിൽ കോമൺലി നമ്മൾ പറഞ്ഞ എന്നാ പറയുന്നത് കേട്ടിട്ടുണ്ടോ? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയും. 1776 ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയും. ആരുടെയാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. വെൽത്ത് ഓഫ് നേഷൻ അല്ലെങ്കിൽ ആൻ ഇൻജുറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ഇതിനകത്താണ് അദ്ദേഹം വെൽത്തി ഡെഫിനിഷനെ പറ്റി പറഞ്ഞത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് വന്നാണ് വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയും. വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്ന ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിനകത്ത് 1819 പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുന്ന എന്നാ? അതായത് ഒന്നും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞു. ഇതിനകത്ത് പറഞ്ഞു എക്കണോമിക്സ് ഈസ് നോട്ട് എ സ്റ്റഡി ഓഫ് വെൽത്ത്, ഇറ്റ് ഈസ് ഓൾസോ ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇപ്പം ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ തന്നെയാണ് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന്. അപ്പൊ അന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് എക്കണോമിക്സിനെ നമുക്ക് ഒരു കോയിനായിട്ട് കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്നായിരിക്കും? വെൽത്തിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കും. മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് വെൽ ബീയിങ്ങിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആയിരിക്കും. അതായത് ഒരു സാധാരണ ആള് അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു,
എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. ഇതന്നെ വെൽഫെയർ ഡെഫിനിഷൻ അനുസരിച്ച് എന്നാ പറഞ്ഞത്? സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ദിനം തോറുമുള്ള ജീവിതത്തില് ഒരാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്തെല്ലാം ആക്ടിവിറ്റീസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വെൽത്തിനെ പറ്റി മാത്രമല്ല വെൽബീയിങ്ങിനെ പറ്റിയുള്ള സ്റ്റഡിയും കൂടെയാന്ന് പറഞ്ഞു. പക്ഷെ എന്നാ ചെയ്തു? ഇവിടെ എന്നാ വന്നു? ഇവിടെ എന്നാണ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന സ്കേഴ്സിറ്റി. ഞാനിപ്പം ജനറലി നിങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്റ്റഡി ഓഫ് ചോയ്സസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സ്കേഴ്സിറ്റി ആന്ന് പറഞ്ഞു. പക്ഷെ ഈ ഡെഫിനിഷനിൽ എന്നാ ചെയ്തു? ഫണ്ടമെന്റൽ പ്രോബ്ലം ആയ റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി ഓഫ് എനി എക്കണോമി, ഏതൊരു എക്കണോമി റിസോഴ്സിന് സ്കേഴ്സിറ്റി വരാറുണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണത്തെ എന്നെ എഴുതും. ആ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലത്തെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്നാ ചെയ്തു? ഇവിടെ ശരിക്കും പറഞ്ഞാല് മെറ്റീരിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൗസ്, ക്ലോത്ത്, ഫുഡ്, പ്രൊഫഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. നോൺ മെറ്റീരിയൽ പാർട്ട്, ലൈഫിന്റെ നോൺ മെറ്റീരിയൽ പാർട്ടിൽ വരുന്ന പബ്ലിക് ഹെൽത്ത്, പൊല്യൂഷൻ ലെവല്, സ്ട്രെസ് ലെവല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ആ ഡെഫിനിഷൻ നമുക്ക് എക്കണോമിക്സിന് പോരാ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ എന്നെ എടുത്തു, അതിനെ മാറ്റിയിട്ട് അടുത്ത ഡെഫിനിഷൻ വന്നു. അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. മൂന്നാമത്തെ ഡെഫിനിഷൻ ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്ന് 1932 ലയണൽ റോബിൻസ് ആണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു ലയണൽ റോബിൻസിന്റെ. ഓക്കെ, അതിനകത്താണ് ഈ ഒരു ഡെഫിനിഷൻ വന്നത്. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആണ് പറയുന്നത് കേട്ടോ. മോസ്റ്റ് അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന എന്നാ? എക്കണോമിക്സിന്റെ എന്നാ പറയുന്നത്? മറ്റൊരു രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ, അതായത് വെൽത്തോ ഹ്യൂമൻ ബിഹേവിയറോ അല്ല എക്കണോമിക്സിന്റെ അടിസ്ഥാനം. ഇത് ശരിക്കും എന്നാ പറയുന്നത്? പുള്ളി പറയുന്നത് വെൽത്തോ ഹ്യൂമൻ ബിഹേവിയറോ അല്ല, നമ്മൾ വെൽബീയിങ് പറഞ്ഞു, അത് രണ്ടും അല്ല എക്കണോമിക്സിന്റെ അടിസ്ഥാനം. ഇത് ലിമിറ്റഡ് റിസോഴ്സസും അൺലിമിറ്റഡ് ചോയ്സസും കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. ലിമിറ്റഡ് റിസോഴ്സസും അൺലിമിറ്റഡ് ചോയ്സസും കൂടെയുള്ള, അതായത് നമ്മുടെ എല്ലാവരെയും ആഗ്രഹങ്ങൾ, വോൺസ് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കാം, പക്ഷെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ നമ്മൾ ബെസ്റ്റായിട്ട് അത് അലോക്കേറ്റ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി അതിനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തന്നെ ഇൻഡിവിജ്വൽ ആസ്പെക്ടിനെ, വെൽബീയിങ്ങിനെ, വെൽത്തിനെ എല്ലാം കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ എന്നാണ് റിസോഴ്സസിന്റെ സ്കേഴ്സിറ്റിയെ പറ്റിയും പറഞ്ഞു. പക്ഷെ ഇവിടെ എന്നാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടൈം പോലത്തെ ഉള്ള കാര്യങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞില്ല. ടൈം പോലെയുള്ള കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇതിനെ കൺസിഡർ ചെയ്തിട്ടില്ല. സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് ഇപ്പം ഇങ്ങനെ നിന്ന് പോകണം എന്നുള്ള ഒരു കാര്യത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് ഉള്ളൂ. അപ്പൊ പറഞ്ഞു അത് മാത്രം പോരാ. നിങ്ങളിപ്പോ എക്കണോമിക്സ് കേൾക്കുവാണെങ്കിൽ ആ എക്കണോമിക്സിനകത്ത് കേൾക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള റിസോഴ്സസിന്റെ യൂസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റിയാണോ? അല്ല, നമ്മൾ ഫ്യൂച്ചർ എന്നൊരു ടേമും കൂടെ കൺസിഡർ ചെയ്യത്തില്ലേ? അപ്പം ഇവരെന്നാ പറഞ്ഞു? ആ ടൈമിൽ വന്നൊരു ഡെഫിനിഷൻ ആണ്. അപ്പൊ പറഞ്ഞു അങ്ങനല്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യത്തുള്ളൂ. നമുക്ക് എന്നായിരിക്കും അങ്ങനല്ല, ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഇതും കൂടെ, അതായത് വേറെ ഒന്നുമില്ല, ടൈം, ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു. അങ്ങനെയാണ് അടുത്തത് വന്നത് ഗ്രോത്ത് ഓറിയന്റഡ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ മോഡേൺ ഡെഫിനിഷൻ എന്നും പറയുന്നത്. ഇത് കണ്ടുവന്നത് പോളെ സാമുവൽസൺ ആണ്. 1948 പോളെ സാമുവൽസൺ ആണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന്
പറയുന്നത്. ഓക്കെ, ഇവിടെ എന്നാ എടുത്തു? ഇതിനെ നമ്മൾ ഡൈനാമിക് ഡെഫിനിഷൻ എന്നും പറയാറുണ്ട്. കാരണം എന്നെ ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ട് കൂടെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഡെഫിനിഷൻ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ്, സൊസൈറ്റിയിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതിന് എന്നാണ് ഒരു ഓൾട്ടർനേറ്റീവ് യൂസസും കൂടെ കാണാം. ഇതിനകത്ത് മണി, പണം എന്ന് പറയുന്നത് ഒരു എന്നായിരിക്കും ബേസിസ് ആകാതിരിക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിസ് ആകാതെ ഇരിക്കാം. എല്ലാത്തിനും പൈസ വേണമെന്നില്ല. പക്ഷേ ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ നമുക്ക് ഇപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കും ഉപയോഗിക്കപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഗ്രോത്ത് ഓറിയന്റഡ് ഡെഫിനിഷനകത്ത്. അപ്പൊ ഇവിടെ ഫ്യൂച്ചറിനെ പറ്റി കൂടെ ഇൻക്ലൂഡ് ചെയ്തു, ടൈമിനെ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് 4 ഡെഫിനിഷൻ പറയുന്നത്. ഇതാണ് 4 ഡെഫിനിഷൻ പറയുന്നത്. ഓൾറെഡി നിങ്ങൾ ക്ലാസ്സസ് കണ്ടിട്ടായിരിക്കും വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് പറയട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏതാ ആൻസർ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് ഏത് എക്കണോമി എന്നും പറയുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് ഏത് എക്കണോമി എന്നും പറയുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് നമ്മൾ ഏത് പറയുന്നത്? മാർക്കറ്റ് എക്കണോമി ഉണ്ട്, മിക്സഡ് എക്കണോമി ഉണ്ട്, പിന്നെ ഏതാണ് നമ്മുടെ സാധാ വരുന്ന എക്കണോമി ഉണ്ടല്ലേ? ഇതിനകത്ത് ഇന്ത്യയിൽ ഏതാ കാണുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത് കേട്ടോ. കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്? ടൈപ്സ് ഓഫ് എക്കണോമി. എക്കണോമി എന്ന് കണ്ടു, എക്കണോമിക്സ് എന്നും പറഞ്ഞു. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നാത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഏതെങ്കിലും ഈ എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാ? ശരിക്കും നിങ്ങളുടെ സബ്ജക്ട് ഇന്ത്യൻ എക്കണോമിയാണ് വരുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് വരുന്നത്? എക്കണോമി എന്ന് പറഞ്ഞാൽ എന്നാണ്? തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് വരുന്നത്. അതായത് നിങ്ങൾ ഇതിനകത്ത് നാഷണൽ ഇൻകത്തിന്റെ തിയറി പഠിക്കും, ദെൻ GDP പറ്റി പഠിക്കും, GNP പറ്റി പഠിക്കും. ഇങ്ങനെയുള്ള തിയറീസ് വരുന്നതാണ് ഏത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്നാ എടുത്തു? ഈ തിയറിയൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു എക്കണോമിയുടെ അതായത് നാഷണൽ ഇൻകത്തിന്റെ തിയറി നിങ്ങൾ എക്കണോമിക്സ് പഠിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ എന്നാ ചെയ്തു? ഏതെങ്കിലും ഒരു ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ തിയറി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തു. അതായത് നാഷണൽ ഇൻകത്തിന്റെ തിയറി നിങ്ങൾ എക്കണോമിക്സ് പഠിക്കും. അതെന്നാ എടുത്തു? അതെടുത്തിട്ട് നിങ്ങൾ ഒരിടത്തെ നാഷണൽ ഇൻകം കണ്ടുപിടിച്ചു. ഓക്കെ, പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്നത്. തിയററ്റിക്കൽ ആസ്പെക്റ്റിനെ എക്കണോമിക്സ് എന്ന് പറയും, അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് എക്കണോമി എന്ന് പറയുന്നത്. തിയറി വെച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി അത് യൂസ് ചെയ്യുവാണ്, അപ്പൊ അത് എന്നാ എടുക്കും? അത് എക്കണോമി ആകും. നിങ്ങൾ ഇന്ത്യൻ എക്കണോമി എന്നാ പറയുന്നത്. ഈ തിയറി വെച്ചിട്ട് നിങ്ങൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ എന്നാ എടുക്കും? ഇന്ത്യൻ എക്കണോമി എന്ന് പറയും. ഇതാണ് എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്. എക്കണോമി എന്ന് പറഞ്ഞാൽ
ഈ എക്കണോമിക്സിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിയെ, അപ്പം എക്കണോമി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയുവാണെങ്കിൽ തിയററ്റിക്കൽ അപ്രോച്ച് അല്ല, പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് വരുന്നത് കേട്ടോ. പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് വരുന്നത്. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നായിരിക്കും? ഒരു ജോഗ്രഫിക്കൽ ഏരിയയില് ഒരു ജോഗ്രഫിക്കൽ ഏരിയയില് പല ഏജൻസ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസ് ആകാം, ബിസിനസ് ഓർഗനൈസേഷൻ ആകാം, ഇല്ലെങ്കിൽ ഗവൺമെന്റ് ആകാം. ഈ പല ഏജൻസ് വഴി നടക്കുന്ന പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ പല ഏജൻസ് വഴി നടക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്കണോമി എന്ന് പറയുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ 2 ടൈപ്പ് എക്കണോമി ഉണ്ട്. ഓപ്പൺ എക്കണോമി ഉണ്ട്, ക്ലോസ്ഡ് എക്കണോമി ഉണ്ട്. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും FDI ഉണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലേ. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിന് ഓപ്പൺ ആയിരിക്കും. അവിടെ എന്നായിരിക്കും? പല ഗുഡ്സും എന്നാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറക്കുമതി കയറ്റുമതി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാലോ? ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ അവർ മെയിൻ ആയിട്ടും എന്നായിരിക്കും? അവരുടെ രാജ്യത്ത് എന്തുണ്ടോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിന് ആ ഒരു കൺട്രിയുടെ എക്കണോമി ക്ലോസ്ഡ് ആയിരിക്കും. അവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒന്നും തന്നെ നടക്കുന്നില്ലായിരിക്കും. മെയിൻ ആയിട്ടും അവരുടെ മാർക്കറ്റിൽ എന്തുണ്ടാകുന്നു, അവരുടെ ടെറിട്ടറിയിൽ, അതായത് ആ കൺട്രിയുടെ ടെറിട്ടറിക്കുള്ളിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൺട്രി പോകുന്നത്. സെൽഫ് റിലയൻസ് ആയിരിക്കും മെയിൻ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് എന്നാണ് മൊത്തത്തിലെ എക്കണോമിയെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് കമാൻഡ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസം ഓർ പ്ലാൻഡ് എക്കണോമി എന്നും പറയാറുണ്ട്. ഈ പേരെല്ലാം തന്നെ ഒരെണ്ണമാണ് വരുന്നത്. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പേരാണ് വരുന്നത്. ഒരു മിനിറ്റ് വരുവാണേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തതാണ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ, എന്താണ് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി. അത് എന്നായിരിക്കും? ഇതിന് മെയിൻ ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് പവർ കാണും. മോസ്റ്റ് കേസസിലും ആ സെൻട്രലൈസ്ഡ് പവർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഗവൺമെന്റ് ആയിരിക്കും ആ എക്കണോമിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഏത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ പ്രൈസ്, കാര്യങ്ങൾ, അങ്ങനെ ഒരു എക്കണോമി റൺ ചെയ്യാനായിട്ട് അവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതായിരിക്കും? ഈ സെൻട്രലൈസ്ഡ് പവർ ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്നായിരിക്കും? ഇവിടെ പ്രത്യേകിച്ച് എന്നായിരിക്കും? കോമ്പറ്റീഷനൊക്കെ കാണുമോ? കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ ബിസിനസ് സെക്ടേഴ്സിലും മെയിൻ ആയിട്ട് മോണോപ്പൊളി ആർക്കായിരിക്കും? ഗവൺമെന്റിന് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതാണ് കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത് വരുന്നത്. എക്സാമ്പിള് അറിയുവോ? കമാൻഡ് എക്കണോമിക്ക് എക്സാമ്പിൾ അറിയുവോ? 2-3 പറയാൻ പറ്റുമോ? 2-3 കൺട്രീസ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ?
ഏതാണ്? ആ, അത് തന്നെ റൈറ്റ് അല്ലേ? ഏതൊക്കെയാ വരുന്നത്? ക്യൂബയുണ്ട്, ചൈനയുണ്ട്. പിന്നെ ഏതൊക്കെയായിരിക്കും വരുന്നത്? ഓക്കെ, ക്യൂബയുണ്ട്, ചൈനയുണ്ട്, നമ്മുടെ പ്രീവിയസ് USSR, വിയറ്റ്നാം, പോളണ്ട്, ഇതെല്ലാം തന്നെ ഏതിന് എക്സാമ്പിൾ ആണ്? ഏതിന് എക്സാമ്പിൾ ആണ്? കമാൻഡ് എക്കണോമിക്ക് എക്സാമ്പിൾ ആണ് വരുന്നത്. കമാൻഡ് എക്കണോമിയുടെ ഫാദർ എന്ന് പറയുന്നത് കേൾ മാർക്സ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നറിയാവോ? നിങ്ങൾ എത്ര പറഞ്ഞാലും ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റിന് എല്ലാ സിറ്റിസൺസിനും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ടും എല്ലാവർക്കും എല്ലാം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യം, നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സ് എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്നായിരിക്കണം ഒരു കമാൻഡ് എക്കണോമിയുടെ അണ്ടറിലുള്ള ഒരു ഐഡിയൽ വേൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിലേ പക്ക കമാൻഡ് എക്കണോമി വരത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സ് അനുസരിച്ച് എക്കണോമിയെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇല്ല, ഗവൺമെന്റിന് പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് മാർക്കറ്റ് എക്കണോമി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നൊക്കെ പറയും. ഇത് തന്നെയാണ് കമാൻഡ് എക്കണോമിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. എൻറ്റയർലി എന്നായിരിക്കും? മെയിൻ ആയിട്ടും മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫ്രീ മാർക്കറ്റ് ആയിരിക്കും. ഫ്രീ മാർക്കറ്റ് ട്രെൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് പവർ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ബയേഴ്സിലും സെല്ലേഴ്സിലും ഒന്നും തന്നെ പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നും തന്നെ കാണത്തില്ല. അവിടുത്തെ എക്കണോമിയിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പിന്നെ അവിടുത്തെ ആ എക്കണോമിയിൽ ഉണ്ടാകുന്ന ലോസ് ഓഫ് ഡിമാൻഡിനെയും സപ്ലൈയും പോലെ ഇരിക്കും. അതിനനുസരിച്ചായിരിക്കും എന്ത്, ആ എക്കണോമിയിലെ എൻറ്റയർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം എന്നായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ എന്നായിരിക്കും? നമുക്ക് അവിടെ ശരിക്കും വെൽത്തിന്റെ ഒരു ഇംബാലൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. പൈസ ഉള്ളവർ പിന്നെയും റിച്ചറായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. പൂറായിട്ട് തന്നെ ഇരിക്കുമായിരിക്കും ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രീ മാർക്കറ്റ് എക്കണോമി നമുക്ക് വേൾഡിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഏതൊരു എക്കണോമി ആയാലും അവിടെ കുറച്ച് ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ വേണം, റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ എന്നായിരിക്കും റിച്ച് ആയിട്ടുള്ളവർ എപ്പോഴും റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും കാണുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്, ഹോങ്കോങ്, ഓസ്ട്രേലിയ, ജപ്പാൻ, വെസ്റ്റേൺ ജർമ്മനി എല്ലാം വരുന്നത്. ഇനി മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ നമ്മൾ ഡ്യുവൽ എക്കണോമി എന്നും പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും കൂടെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരിക്കും കാണുന്നത്. രണ്ടിലെ കുറച്ച് കാണും. കാരണം ഇവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ പീസ്ഫുള്ളി കോഎസിസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കാണും, പക്ഷെ എല്ലാ കാര്യത്തിലും കയറി ഗവൺമെന്റ് അങ്ങ് കൈകടത്തത്തില്ല. പക്ഷേ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, പബ്ലിക് സർവീസസ്, ഡിഫൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നായിരിക്കും ഗവൺമെന്റ് കയറി ഇടപെടും എന്ന് ഉള്ളത് കാണാം. വേറെ ഒന്നുമില്ല, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കോഎസിസ്റ്റ് ചെയ്ത് പോകും. അതിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? ഇതിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? ഇന്ത്യയാണ് മിക്സഡ് എക്കണോമിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ എന്നായിരിക്കും നമ്മുടെ വേൾഡിലെ ഇന്ന് മിക്കമായിട്ടുള്ള എക്കണോമിക്സ് എല്ലാം തന്നെ എന്താണ് വരുന്നത്? മിക്സഡ് എക്കണോമി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും? നോക്കിക്കേ പിള്ളേരെ, ഏതാ വരുന്നത്?
ഇന്ത്യൻ കറൻസിയുടെ ന്യൂ സിമ്പിൾ ആരാ ഡിസൈൻ ചെയ്തേ? അതിന്റെ ആൻസർ ആണോ സി പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ആൻസർ ശരിയാ. എന്നാ വന്നേന്നറിയോ? പുതിയ സിമ്പിൾ എന്നാ വന്നേ? എന്നാ പുതിയ സിമ്പിൾ വന്നേ? ഉദയകുമാറാണ് കേട്ടോ. ഉദയകുമാറാണ്. ഒരു IIT എന്നുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തത്. 2010 ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. ഒരു ദേവനഗിരി ലെറ്റർ ആണ്. അതിന്റെ നിങ്ങൾ സിമ്പിൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് വരുന്നത്. അത് ശരിക്കും ഒരു ദേവനഗിരി ലെറ്റർ ആണ് വരുന്നത് കേട്ടോ. രാ എന്ന് പറയുന്ന ഒരു ലെറ്റർ അതിന്റെ പഴയ ലിപിയാണ് വരുന്നത്. രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സിമ്പിളാ വരുന്നത്. ഒന്നും കൂടെ കറക്റ്റ് എഴുതണമെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരു സിമ്പിളാ വരുന്നത്. ഇങ്ങനെ ഒരു സിമ്പിളാ വരുന്നത്. അപ്പം ദേവനഗിരി ലെറ്റർ ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇൻഡസ്ട്രി ഹാവിംഗ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യൻ എക്കണോമി ഏതാ വരുന്നത്? ഇൻഡസ്ട്രി ഹാവിംഗ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ എക്കണോമിയിൽ ഏതാ? സ്റ്റീലാണ് കേട്ടോ വരുന്നത്. സ്റ്റീൽ ഇൻഡസ്ട്രി ആണേ വരുന്നത്. ഈ തന്നിരിക്കുന്നതില് സ്റ്റീലാണ് കേട്ടോ വന്നിരുന്നത്. തന്നിരിക്കുന്നതില് ഏറ്റവും ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ എക്കണോമി വരുന്ന ഏതാണ്? ഏത് ഇൻഡസ്ട്രിയാ? സ്റ്റീലാണ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് വരുന്നത് കേട്ടോ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് വരുന്നത്. അടുത്തത് ഇന്ത്യൻ എക്കണോമി ഈസ് ആൻ ഏതാ? ഇന്ത്യൻ എക്കണോമി ഈസ് ആൻ ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതാ വരുന്നത്? ആൻസർ എല്ലാരും ചെയ്തേ. മിക്സഡ് എക്കണോമി ആണല്ലേ. മിക്സഡ് എക്കണോമിക്ക് വേറൊരു എക്സാമ്പിള്. മിക്സഡ് എക്കണോമിക്ക് വേറൊരു എക്സാമ്പിള്. പെട്ടെന്ന് മിക്സഡ് എക്കണോമിക്ക് വേറൊരു എക്സാമ്പിള്. ഓക്കെ. ബ്രസീല്, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എല്ലാം തന്നെ മിക്സഡ് എക്കണോമിക് എക്സാമ്പിള് വരുന്നതാണ്. ഇനി ഞാൻ ചോദിക്കുവാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് 2-3 എക്സാമ്പിൾ. സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് 2-3 എക്സാമ്പിൾ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് 2-3 എക്സാമ്പിൾ. ഓക്കെ. സോഷ്യലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റൽ എക്കണോമിക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യുക. നോക്കിയിട്ട് എഴുതല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് മൈൻഡിൽ ഓർത്തെടുക്കുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. മൈൻഡിൽ ഓർത്തെടുക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ. അടുത്തത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാ? ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാണ് വരുന്നത്? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സെബി ആണ് കേട്ടോ. സെബി എന്ന് പറഞ്ഞാല് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ് വരുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ ഏതാണ്? 12th April 1988 ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്. സെക്യൂരിറ്റി ആൻഡ്